നമസ്കാരം, ഞാൻ ആഷിക. അപ്പൊ എല്ലാരും ഓണത്തിരക്കിലൊക്കെ ആയിരിക്കും എന്ന് അറിയാം. അപ്പൊ ഞാൻ അടുത്തൊരു ലക്കി ഡ്രോ വിന്നറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കോളിട്ട് പോയാലോ? ഹലോ, നമസ്കാരം. അച്ഛനല്ലേ? എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? എന്നെ മനസ്സിലായോ? സുഖാണ്. എന്നെ മനസ്സിലായോ? അതെ, ബോച്ചെട്ടി ടീമിനാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇപ്പൊ എവിടെ? റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാണോ? ഫ്രണ്ടിനെ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി. ഇപ്പൊ വേറെ എന്തെങ്കിലും നോക്കണം, പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ നോക്കണം. കയറി പോകും അങ്ങനെയൊക്കെ. ഓഹോ, അങ്ങനെയാണല്ലേ കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ എപ്പോഴാ വീട്ടിൽ പോവാ? ഒരു സ്ഥലം എവിടെയായിരുന്നു? സ്ഥലം എവിടെ തന്നെ? കൊല്ലം കടപ്പാക്കട. കൊല്ലം. ഓക്കെ. അപ്പം ഞാനൊരു ഓണ സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത്. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? വളരെയധികം. ഓക്കെ, അപ്പൊ ബോച്ചെട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ? വാങ്ങിച്ചിട്ട് കുറെ ആയോ? വാങ്ങിച്ചിട്ട് ആദ്യമേ ഒരു പാക്കറ്റ് മേടിച്ചു. പിന്നെ അഭിപ്രായം ഉള്ളത് കൊണ്ട് 2 പാക്കറ്റ് എക്സ്ട്രാ മേടിച്ചായിരുന്നു. ആണല്ലേ? ഓക്കെ, സൂപ്പർ. എന്തോ? രണ്ടാമത്തെ പാക്കറ്റ് മേടിച്ചിട്ട് 3-4 ദിവസമായി. ആണോ? ഓക്കെ. എന്തായാലും ഇനി ഒരുപാട് മേടിക്കാട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ബോച്ചെട്ടി മേടിച്ചതല്ലേ, അപ്പൊ ഒരു സമ്മാനമൊക്കെ തരാന്ന് വിചാരിച്ചു. ആക്ച്വലി ഇപ്പം അജ്മൽ മേടിച്ച ബോച്ചെട്ടി ആ ഒരു കൂപ്പണിന് 10 ലക്ഷത്തിന്റെ സമ്മാനാണ് കിട്ടിയിരിക്കുന്നത്. എക്സൈറ്റഡ് ആയോ? അടിപൊളി ഓണ സമ്മാനല്ലേ? ഓ മൈ ഗോഡ്, വേർത്തോ? ഹാപ്പി അല്ലേ? അയ്യോ, 10 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നം പോലും കാണാത്ത സാധനം. കരയാണോ? ഞാൻ ചാനലിലെ കണ്ണീരായിരിക്കുന്നത്. നമ്മളോട് സംസാരിച്ചത് എന്തായാലും നല്ലൊരു ഓണ സമ്മാനമാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഇതുപോലെ എല്ലാവർക്കും ഓണ സമ്മാനം മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് പ്രൈസ് മണീസും കാര്യങ്ങളും കിട്ടട്ടെ. ഇതുപോലുള്ള ആൾക്കാർക്കാണ്, കാരണം ആളിപ്പോ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോ അതിനും കൂടെ ഇത് ഹെൽപ്ഫുൾ ആയിട്ട് എന്തായാലും നമുക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതുപോലെ എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു വേ ആണ് ഈ ബോച്ചെട്ടി എന്ന് പറയുന്നത്. സോ എല്ലാവരും ബോച്ചെട്ടി വാങ്ങുക, ഒരുപാട് സമ്മാനങ്ങൾ നേടുക. ഹാപ്പി ഓണം.